ഹലോ എല്ലാവർക്കും. അപ്പം ഞങ്ങൾ ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഒരു വൈകുന്നേരം 6 o'clock ആവാറായിട്ടുണ്ട്. ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിലോട്ട് തൊഴാൻ പോവുകയാണ്. പലതും പല സൈസിൽ. അപ്പം ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് കരിവളയൊക്കെ വാങ്ങി. സോ എന്നിട്ട് ഞങ്ങൾ തൊഴാൻ പോവാണ്. സോ നമുക്ക് കാണാം. രണ്ടെടുത്തു. സ്ലൈഡ് ഉണ്ടോ? പക്ഷെ അവിടുന്ന് ഞാൻ മേടിച്ചത് നല്ല പിച്ചിയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ആറ്റുകാൽ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. പൂ മേടിച്ച് വെച്ചു, വള മേടിച്ചിട്ടു. ഞങ്ങൾ അമ്പലത്തിലോട്ട് തൊഴാൻ പോവാ. അങ്ങനെ ഞങ്ങൾ ആറ്റാൽ ദേവിയെ തൊഴുതേച്ചിറങ്ങി. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പഴങ്ങാടി ഗണപതി ഭഗവാനെ കൂടെ ഒന്ന് തൊഴണമെന്നാണ് പ്ലാൻ. അപ്പം ഞങ്ങൾ അവിടെ പോയി നോക്കട്ടെ. അവിടെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. സോ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങോട്ട് പോകാൻ തൊഴാനായിട്ട്. സോ അവിടെ സ്പേസ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കയറി അവിടെ കൂടെ തൊഴും. നമ്മുടെ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തുകാരുടെ അമ്മ എന്ന് പറയാം. നമുക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗാണ് എല്ലാ തിരുവനന്തപുരത്തുള്ള എല്ലാ ആൾക്കാർക്കും. തിരുവനന്തപുരത്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാ സ്ത്രീകൾക്കും പൊങ്കാല ഏറ്റവും കൂടുതൽ പൊങ്കാല ഇടുന്ന ഒരു ക്ഷേത്രമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ വരുമ്പോൾ പ്രത്യേക ഒരു ഫീലിംഗാണ്. കുറച്ചേരം ഇവിടെ ഇരിക്കാൻ പറ്റി, അമ്മയെ നല്ലതായിട്ട് കണ്ട് തൊഴുത്
കാണാൻ പറ്റും. ഇന്ന് നല്ലതായിട്ട് തൊഴാൻ പറ്റി. ഒരു തിരക്കുമില്ലായിരുന്നു. ഒത്തിരി നേരം നടയിൽ നിന്ന് തൊഴാൻ പറ്റി. ഒരു തിരക്കുമില്ലായിരുന്നു. നല്ലതായിട്ട് തൊഴാൻ പറ്റി. വേണ്ടേ തീർച്ചയായും നമ്മൾ ആച്ചാൽ വരുമ്പോൾ നമുക്ക് ദേവിയുടെ ഒരു പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യും. ഭയങ്കര ശക്തിയാണ് ദേവിക്ക്. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിനൊരു ഭയങ്കര ഒരു സന്തോഷവും ഒരു എന്താ പറയുക ഒരു സമാധാനവും എല്ലാം കിട്ടും. അത്ര നല്ല നല്ല അടിപൊളി ക്ലാസിക്കൽ മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുക. കേട്ടോണ്ട് ഇവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ തോന്നും. അത്ര നല്ലതായിട്ട് കുട്ടികൾ പാടുന്നു. നമ്മൾ വന്ന് തൊഴുതേച്ച് വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല മനസ്സിൽ എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച് നമുക്ക് ഒരു സന്തോഷമായിട്ട് സന്തോഷമായിട്ട് ഇറങ്ങി വരാൻ പറ്റും. പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല പായസവും കിട്ടി. അപ്പോൾ നല്ല രുചിയുള്ള പായസമായിരുന്നു ദേവിയുടെ പ്രസാദമായിട്ട് കിട്ടിയ. നല്ല സന്തോഷത്തോടാണ് ഞങ്ങൾ തൊഴുതേച്ച് ഇറങ്ങി പോകുന്നത്. ഇനി ഞങ്ങൾ പഴങ്ങാടിലോട്ട് പോകാം. അപ്പോൾ അവിടെ പാർക്കിംഗ് ഉണ്ടോ എന്ന് അറിയില്ല, എന്നാലും നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അവിടെയും കയറി തൊഴും. അങ്ങനെ ഞങ്ങൾ ഈസ്റ്റ് ഫോർട്ട് എത്തിയിരിക്കുകയാണ്. നല്ല ട്രാഫിക്കാണ്. നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് കിഴക്കേ കോട്ട. ഇതാണ് കോട്ട വാതിലിടെ സൈഡിലുണ്ടല്ലേ ലെഫ്റ്റ്. ഇതാണോ? ഇതൊരു കോട്ട വാതിൽ. ഇനി വേറെ ഉണ്ട്. ഈസ്റ്റ് ഫോർട്ട് ജംഗ്ഷൻ. പത്മനാഭസ്വാമി ക്ലിയർ ആയില്ല. അങ്ങനെ ഞങ്ങൾ പഴവങ്ങാടി എത്തിയിരിക്കുകയാണ്. ആൻഡ് ഇവിടെ സുലഭമായ പാർക്കിംഗ് കിടക്കുകയാണ്. അതാ ഇവിടെ പറഞ്ഞില്ലേ ഇന്ന് തിരക്കില്ല, നമുക്ക് സുഖമായിട്ട് വന്നിട്ട് അങ്ങനെ പെൺ വണ്ടി പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പഴവങ്ങാടി ഗണപതി ടെമ്പിൾ. താങ്ക് യു അമ്മ. ആ അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ച് ഗണപതി ഭവൻ്റെ അനുഗ്രഹവും വാങ്ങിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഈ വ്ളോഗ് കണ്ട നിങ്ങളെല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.